ഗുരുവായൂർ നഗരസഭാ ഓഫീസിൻ്റെ കാര്യാലയത്തിൻ്റെ മൂക്കിന് ചോടെയാണ് ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നം ഇത്തരത്തിൽ നിൽക്കുന്നത്. ഇത് ഇവിടെ വന്നപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഒരു 4-5 ദിവസം മുമ്പ് ഇവിടെ പാർക്ക് ചെയ്യാൻ വന്ന ഒരു വാഹനം ഇതിൽ തട്ടുകയും ഇത് സ്വല്പം ഒന്ന് ചെരിയുകയും ഉണ്ടായി എന്നാണ്. അതിനുശേഷം ഇന്ന് പുലർച്ചെയോ ഇന്നലെ രാത്രിയോ ഒരു വാഹനം വന്ന് ഇതിലിടിക്കുകയും ഇത് ഈ നിലയിലേക്ക് ചെരിയുകയും ചെയ്തു. ആ വാഹന ഉടമകൾ തന്നെ നഗരസഭാ ഓഫീസിൽ പോയി ഈ വിഷയം ധരിപ്പിച്ചിട്ടുള്ളതാണ്. പോലീസിനെയും ഈ വിഷയം അറിയിച്ചിട്ടുണ്ട് എന്നാണ് ഇവിടെ വന്നപ്പോൾ നമുക്ക് പരിസരവാസികളെയും ഇവിടുത്തെ ജീവനക്കാരെയും ഒക്കെ വാക്കുകളിൽ നിന്ന് നമുക്കറിയാൻ കഴിഞ്ഞത്. ഇത് സ്വല്പം മുമ്പ് കൂടുതലായി ഒന്നുകൂടി ചെരിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പോലെയുള്ള പൊതുപ്രവർത്തകരെ ഈ പരിസരവാസികൾ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടേക്ക് ഓടിയെത്തിയത്. ഇപ്പോൾ തന്നെ നഗരസഭയുടെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. ഇതിനൊരു സുരക്ഷാ നടപടിയാണ് ആദ്യം കൈക്കൊള്ളേണ്ടത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ചെരിഞ്ഞ് നിൽക്കുന്ന ഇത്രയും ഭീമമായിട്ടുള്ള ഈ ഹൈമാസ് ലൈറ്റിൻ്റെ ചൂട്ടിലൂടെ ആളുകൾ RTO ഓഫീസിലേക്ക് സഞ്ചരിക്കുന്ന ഒരു സ്ഥിതിയുണ്ട് ഈ പ്രദേശത്ത്. കൂടാതെ വാഹനങ്ങൾ ഒട്ടനവധി ക്ഷേത്രത്തിലേക്ക് വരുന്ന കുടുംബസമേതം എത്തിച്ചേരുന്ന വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്യുന്നുണ്ട്. ഇത് വലിയ ഗുരുതരമായിട്ടുള്ള ഒരു ഭീഷണിയാണ്. ഇത് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്.